إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا إمامنا قاضي عياض رضي الله عنه شيخنا قطب محمد الجالمي القادري رضي الله عنه أستاذنا الشهيد علوي الأستاذ رضي الله عنه اللهم وإلى حضرات جميع أساتذتنا وأستاذ الأساتذة الفاتحة سيدنا أستاذنا قندور أستاذ رضي الله عنه أستاذنا محمد سنار تنلا رضي الله عنه جميع مشايخنا كلهم أجمعين الذين ماتوا في هذا الشهر رضي الله عنهم. الفاتحة بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين. അവിടെ നമ്മൾ മഹാനായ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാതയിലേക്ക് നമ്മൾ നയിക്കണേ അല്ലാ എന്ന് പറഞ്ഞ പാത റസൂലുള്ളാഹിയിലേക്കാണെന്നും അഹ്ലു ബൈത്താണെന്നും പറഞ്ഞു. മഹാനായ അബൂൽ സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു ഈ വിഷയം ഹസൻ റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ വഖാല സദഖ വല്ലാഹി വനസഹ എന്നും പറഞ്ഞു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ പറയാൻ. وهذا مما نبه عليه الإمام السهيلي أقول ونحوه من اللطائف ما قاله الحبي تلميذ الفخر الرازي في كتابه له سماه أقاليم التعليم إن بسم الله الرحمن الرحيم അള്ളാഹുവിന്റെ റഹ്മാൻ റഹീം ആകുന്ന ഇസ്മിൽ ഇശാറത്തൻ ഇല ഹഖീഖത്തിഹിൽ കാമില അല്ലത്തി ലാ യുഹീതു ബിഹാ ഇദ്റാഖു മുദ്രിക്. ഒരു മുദ്രിക്കിന്റെ ഇദ്റാഖ് അതിനെ എത്തിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഹഖീഖത്തുകൾ, പരിപൂർണമായ ഒരുപാട് ഹഖീഖത്തുകൾ അതിൽ പറയുന്നുണ്ട്, അതിൽ ഇശാറത്തുണ്ട്. ഫിൽ അസലി ഖലഖൽ ഖൽഖ, അള്ളാഹു ഖൽഖുകളെ പടച്ചു റഹ്മത്തിഹി കൊണ്ട്. വലിദാ ലാ യുഖാലു റഹ്മാൻ എന്ന് പറയുകയില്ല ഗൈരിഹി, അള്ളാഹു അല്ലാത്തവർക്ക് റഹ്മാൻ എന്ന് പറഞ്ഞൂടാ. സുമ്മ ബഅദൽ ഖൽഖി അബ്ഖൽ മഖ്ലൂഖ, പിന്നെ അള്ളാഹു മഖ്ലൂഖുകളെ ബാക്കിയാക്കി ബിർ റിസ്ഖി വറസഖഹു ബിർ റഹ്മത്തി വഹുവ റഹീമുൻ. അപ്പൊ റഹീം എന്ന് പലർക്കും പറയാം. ലഹു റഹ്മത്തുൻ ബിഹാ യുർസഖു വലിദാ ഖീല ലിഗൈരിഹി റഹീം ലിഅന്നഹു ഖദ് യജ്രി റിസ്ഖു അലാ യദി ഗൈരിഹി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വർത്തമാനങ്ങൾ അവിടെയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അങ്ങനെ റിസ്ഖ് ചെയ്തു. ഫഹുവ ഇദാ റഹ്മാനും റഹീമും വറസഖ വതമ്മത്ത് നിഅമത്തു, അതുകൊണ്ട് തന്നെ വജബ ശുക്രു വലിദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയം അവിടെ പറയുന്നുണ്ട്. റാസിയിലൊക്കെ പറഞ്ഞതാണ്. فحكى الماوردي ما في ذلك في تفسير صراط الذين أنعمت عليهم എന്നതിന്റെ തഫ്സീറിൽ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായ നിലയിൽ പറഞ്ഞു. وحكي أبو عبد الرحمن السلمي عن بعضه في تفسير قوله تعالى എന്താണ് ഖദിസ്തംസക ബിൽ ഉർവത്തിൽ വസ്ഖാ എന്ന് ഖുർആൻ ശരീഫിൽ പറഞ്ഞല്ലോ അല്ലാഹു തആല. പൊട്ടാത്ത കയറുകൊണ്ട് മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ ഉദ്ദേശം അന്നഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദിസ്തംസക ബിൽ വയുമിൻ ബില്ലാഹി വത്ത ഇല്ല അങ്ങനെ വിഗ്രഹങ്ങളെ കൊണ്ട് അവിശ്വസിക്കുകയും അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദിസ്തംസക, അവൻ മുറുകെ പിടിച്ചവനായി ബിൽ ഉർവത്തിൽ വുസ്ഖാ, പൊട്ടാത്ത കയറുകൊണ്ട്. അംസക്ക, മസക്ക, തമസക്ക, ഇസ്തംസക്ക എല്ലാം ഒരു മാനയ്ക്കാണ്.
ഏതാ പിന്നെ എന്ന് പറഞ്ഞു. വക്കീല ഇസ്തംബ കൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹിനെ കൊണ്ട് മുറുകെ പിടിച്ചവനായി എന്നാണ് അതിന്റെ അർത്ഥം. ചില ആൾക്കാരിന് ഇസ്ലാം കൊണ്ടെന്നാണെന്ന്, ചില ആൾക്കാരിന് ഷഹാദത്ത് തൗഹീദാണ് എന്ന്, അങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന്. وقال سهل في قوله تعالى الله تعالى قوله തന്നെ سهل بن عبد الله التستري رضي الله عنه في قوله تعالى إن تعدوا نعمة الله لا تحصوها അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ നോക്കിയാൽ അത് നിങ്ങൾക്ക് ക്ലിപ്തമാക്കാൻ കഴിയുകയില്ല. നിഅമത്തല്ലാഹി ബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതാണ് അതിന്റെ അർത്ഥം. നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒറ്റ നിഅമത്ത്. ആ താ എന്നുള്ളത് വഅദത്തിന്റെ മേൽ അറിയിക്കുക, അതിന്റെ അസ്ലി അടിസ്ഥാനത്തിൽ ആ ഒറ്റ നിയമത്ത് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹിയാണ് എന്ന് അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അങ്ങനെ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് ഇഷ്ക് വെച്ചിട്ട് ഇൻകുന്താ തഅശൂഖുഹു ഫമുത് ഫീ മഹബ്ബതിഹി എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ഖാദിയ്യ തങ്ങൾ വലിയ ആളാണ്. അവര് സ്വന്തം പറഞ്ഞല്ല, ഇങ്ങനെ വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഖാല ബഅദുഹും പറഞ്ഞു വഹുവല്ലദീ സ്വദ്ദഖ ബിഹി, ഇല്ലേ, വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. സത്യം കൊണ്ടുവന്നവർ, അതിനെ വാസ്തവമാക്കിയവർ അവരാണ് ഉലൈക, അവരാണ് ആര്, വലിയ വലിയ ആൾക്കാരെന്ന്. ഉലൈക ഹുമുൽ മുത്തഖൂൻ അല്ലായത്തേനി, രണ്ടായത്ത് തീർത്ഥം ഓതിക്കൊള്ളി സമയമുള്ളവരൊക്കെ. ജാബിസ്സുദ്ഖി, സിദ്ഖ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഹുവ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയും പറഞ്ഞു. സത്യം കൊണ്ടുവന്ന, സത്യത്തിനെ കൊണ്ടുവന്ന അള്ളാഹു മുഹമ്മദ് നബി എന്നതിന്റെ അർത്ഥം കൊടുത്തു. ഇങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്. കാലബഅദുഹും പറഞ്ഞു വഹുവല്ലദീ സദ്ദഖ ബിഹി, വഖുരിയ സദഖ എന്ന് ഓതിട്ടുണ്ട്, അതും തങ്ങനെ. വഖാല ഗൈറുഹും, ഇവരല്ലാത്തവർ പറഞ്ഞു അല്ലദീ സദ്ദഖ ബിഹി അൽ മുഅ്മിനൂന, തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ മുഅ്മിനീങ്ങളാണ് എന്ന്, അല്ലെങ്കിൽ അള്ളാഹുവാണ് അവരെ കൊണ്ട് വാസ്തവമാക്കിയവരെന്ന്. അല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞവരുണ്ട്. ഖീല അലി റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞവരുണ്ട്. ഖീല ഗൈറു ഹാദാ മിനൽ അഖ്വാൽ വഅൻ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ബി ഖൗലിഹി തആല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. ബിദിക്രില്ല എന്നതുകൊണ്ട് ഉദ്ദേശം ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൊണ്ടാണ്. വസുഹാബിഹി, അനുചരന്മാരെ കൊണ്ടുമാണ് ബിദിക്രില്ല എന്നതുകൊണ്ട് ഉദ്ദേശം. മാഷാ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് പേര് فمن يهجر رسول الله منكم ويمدحه وينصره سباه فمن يهجر رسول الله منكم. ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടിയതാണ്. നിങ്ങളുള്ള റസൂലിനെ ആരെങ്കിലും നിഷേധിച്ചാൽ വയംദഹു വയൻസുറുഹു സിവാഹു, വേറെ ആൾക്കാരുണ്ട് ഇവിടെ മധു പറയാനെന്ന്. നിങ്ങളെ പണിക്ക് പോയി, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും പോയിക്കോട്ടെ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അലാ ബിദിക്രില്ല. ഖാല മുജാഹിദ് തങ്ങൾ പറയുന്നു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി,
അലാ ബിദിക്രില്ലാ, അല്ലെ മുദാവറ സങ്കല്പിച്ച് അവിടെ പറയുകയും ചെയ്യാം. ഐ ബിദിക്രി റസൂലില്ലാഹി എന്ന്. ദിക്റു റഹ്മത്തി റബ്ബിക എന്ന് പറഞ്ഞല്ലോ, തങ്ങളുടെ റബ്ബിന്റെ റഹ്മത്തിന് ഓർക്കൽ എന്ന് പറഞ്ഞല്ലോ. റബ്ബിന്റെ റഹ്മത്താര റസൂലുള്ളാഹല്ലേ. ഇങ്ങനെ ഒരുപാട് മാനകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ബിദിക്രില്ല കൊണ്ട് ഉദ്ദേശം ഖുർആനാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. اللهم اجعلنا ممن تطمئن قلبه بذكرك ويكون همته مصروفة بحمدك وشكرك آمين برحمتك يا أرحم الراحمين. ഇനി അതല്ല, ويروى عنه وعن أصحابه لما يقيد لما يفيد من الدلالات اليقينية والإفادات العلمية في الأمور الشرعية. شرعية ഇൽമുകളിലും ഫായിദ വരുത്തുന്ന ഉറപ്പുകളിലും അമലുകളിലുമെല്ലാം ഖൽബിന് ശാന്തിയാകുന്ന ഒന്ന് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിക്രി അസ്ഹാബിഹി എന്ന് പറഞ്ഞല്ലോ, അസ്ഹാബിനെ പറയണം എന്ന് പറഞ്ഞപ്പോ ഫൈന്ന ഇന്ദ ദിക്രി സാലിഹീന തൻസിലു റഹ്മത്തു വൈന്ദ നുസൂലു റഹ്മത്തി. സാലിഹീങ്ങളെ പറ്റി പറയുമ്പോൾ റഹ്മത്തിറങ്ങുമല്ലോ. റഹ്മത്തിറങ്ങുമ്പോൾ മനുഷ്യന്മാർക്ക് ഖൽബിന് എന്തുണ്ടാകും? ഇത്മിനാനും സക്കീനത്തും ഉണ്ടാകും. അത് അലാബി ദിക്രില്ല വെച്ചാല് അള്ളാന്റെ ദിക്ർ കൊണ്ട് വെച്ചാൽ അള്ളാഹു പറഞ്ഞ ആളിനെ കൊണ്ടെന്ന് അലാ അറിയണം. ബി ദിക്രില്ല, അള്ളാഹു പറഞ്ഞ ആളിനെ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബു എന്ന് വെച്ചോളിയോടെ. അള്ളാഹു പറഞ്ഞ ആളാരാ? ഏറ്റവും വലിയ ആളാരാ? റസൂൽ തന്നെ. ബിദിക്രി റഹ്മത്തി റബ്ബിക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് ഇമാം മുജാഹിദ് തങ്ങൾ അങ്ങനെ പറഞ്ഞൊരു പറയട്ടെ അങ്ങോട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെയും കാണട്ടെ. അങ്ങനെ കാണുമ്പോ പിന്നെ നമുക്ക് ഖൈരിയത്തൊക്കെ വേണമെങ്കിലേ ഹദ്ദാദിൽ പറഞ്ഞ ഖൈരിയത്തൊക്കെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.